എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ആ ഒരു ബന്ധത്തിൽ മറ്റേതെങ്കിലും വ്യക്തി ബാഹ്യപ്രേരണകളിലൂടെ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക്കിലൂടെ നിങ്ങളുടെ ബന്ധം തകർത്തതാണോ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഈ ഒരു നോ കോണ്ടാക്റ്റ് വരാൻ കാരണം അവർ ബ്ലാക്ക് മാജിക് അഥവാ കൂടോത്രം, കൈവശം പോലെയുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണോ നിങ്ങൾ തമ്മിലൊരു വിള്ളൽ വന്നത് എന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ആ ഒരു വ്യക്തി ആരാണ് എന്ന് തന്നെയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രണ്ടുപേരും വളരെയധികം സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ്. അത് ഭാര്യയും ഭർത്താവുമാവാം, പ്രണയിക്കുന്ന വ്യക്തികളാവാം, ആരുമാവാം. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്കൊരു പെട്ടെന്നൊരു അകൽച്ച നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോയത് ഒരു സിറ്റുവേഷനിൽ എന്താണ് ശരിക്കും നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചത് എന്ന് തന്നെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ ഉദ്ദേശിച്ച് മാത്രമുള്ള റീഡിംഗ് അല്ല. ഇത് കാണുന്ന ഒരുപാട് പേരുടെ എനർജിയാണ് ഇവിടെ റീഡിങ്ങിൽ കാർഡുകളിലൂടെ നമുക്ക് വരുന്നത്. അപ്പം ഇത് സ്പെസിഫിക് റീഡിംഗ് അല്ല, ഇത് പേഴ്സണൽ റീഡിംഗ് ആണ്. വേണ്ടവർ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ കൂടെ കൊടുക്കാം. അതുപോലെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് അഥവാ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക. ലൈഫിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഒരു കാര്യം പ്രത്യേകം പറയാം, ടാറോട്ട് കാർഡ് റീഡിംഗ് എന്ന് പറഞ്ഞൊരു നിർദ്ദേശം മാത്രമാണ്. അങ്ങനെ മാത്രമായിട്ട് ഇതിനെ കാണുക. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനും കൂടെ വേണ്ടിയാണ് നമ്മൾ ഈ റീഡിങ് ചെയ്യുന്നത് തന്നെ. അതൊരു അങ്ങനെ കാണുക. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഒരു ഡിവൈനിറ്റി, ഒരു എൻ്റർടൈൻമെൻറ്റും എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ റീഡിങ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതുപോലെ തന്നെ ഇതൊരു ജെൻഡർലെസ് കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് എപ്പോൾ കാണാം, ഏത് ജെൻഡറിൽപ്പെട്ട വ്യക്തികൾക്കും കാണാം. ഇത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോഴത്തേക്കും നിങ്ങൾക്കിത് റെസൊണേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ബന്ധം, നല്ല രീതിയിൽ പോയിരുന്ന ബന്ധത്തിൽ എന്താണ് സംഭവിച്ചത്, എന്തെങ്കിലും ബാഹ്യശക്തിയുടെ ഇടപെടൽ ഈ ഒരു കാര്യത്തിലുണ്ടോ, ആരാണ് നിങ്ങളോട് ഇത്രയ്ക്ക് ശത്രുതയുള്ള ആ ഒരു വ്യക്തി എന്നാണ് നമ്മൾക്ക് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ശത്രു ആര്, എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് നമുക്ക് നോക്കാം. റീഡിങ്ങിലേക്ക് പോയാലോ. ആരെങ്കിലും സ്വാർത്ഥ താല്പര്യം മൂലം നിങ്ങളുടെ ബന്ധം തകർന്നിട്ടുണ്ടോ എന്ന് തന്നെയാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. കുറച്ച് കാർഡുകൾ എടുക്കാം, ഒരുപാട് കാർഡുകളല്ല, കുറച്ച് കാർഡുകൾ എടുത്ത് റീഡ് ചെയ്യാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാം നെഗറ്റീവാണ്. തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിക്കുന്നത് ഇതൊരു പെട്ടെന്നൊരു തീരുമാനം കൊണ്ട്, അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും വളരെ സ്നേഹത്തിൽ കഴിയുകയും പെട്ടെന്നൊരു തീരുമാനം കൊണ്ട് ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ, അല്ല ഒരു വ്യക്തിയുടെ സാന്നിധ്യം കാണുന്നുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ ഇടയ്ക്കും, നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങളുടെ ഇടയിലായിട്ട് ഒരു വ്യക്തിയുടെ സാന്നിധ്യം കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടിയുടെ എനർജി കാണുന്നുണ്ട്. അതൊരു വ്യക്തിയാവാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. അവർ മനഃപൂർവ്വം നിങ്ങളുടെ ബന്ധം രണ്ടാക്കിയതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയത് ഈ ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ബന്ധം വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു പക്ഷേ നിങ്ങൾ തമ്മിൽ പെട്ടെന്ന് വഴക്കിട്ട് പിരിഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അതിന് പിന്നിൽ ഒരു വ്യക്തിയുടെ, ഒരു ശക്തനായ ഒരു വ്യക്തിയുടെ ഒരു സാന്നിധ്യം കാണുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ. കാര്യം പെട്ടെന്ന് നല്ലതായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ബന്ധത്തിൽ പെട്ടെന്നൊരു അകൽച്ച വന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സഡൻ സെപ്പറേഷൻ വന്നിട്ടുണ്ട്. ഇതൊരു ബ്ലാക്ക് മാജിക്കിലൂടെ ആകാമെന്നുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബ്ലാക്ക് മാജിക് ചെയ്താണ് തീർച്ചയായിട്ടും നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തതായിട്ടൊക്കെ കാണുന്നത്. കുറേ പേരുടെ കാര്യത്തിൽ ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു പ്രസൻസ് ഇവിടെ കാണുന്നുണ്ട്. കുറേ അസൂയുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് ചെയ്തതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ബന്ധം തകർക്കാനായിട്ട്. അങ്ങനെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് ഇവരുടെ കാമുകിയാകാം, കാമുകനാകാം, ആരുമാവാം, അല്ലെങ്കിൽ കുടുംബത്തിൽ ഉള്ള ഒരു വ്യക്തിയും ആവാം നിങ്ങളുടെ ബന്ധം തകർത്തെറിഞ്ഞത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധത്തിൽ ഒരു സോളിറ്റ്യൂഡ് വന്നു. പെട്ടെന്ന് ആ ഒരു ബന്ധം ബ്രേക്കായി. ഇപ്പം നിങ്ങളുടെ വ്യക്തിയും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, ലവേഴ്സ് ആയിരിക്കാം. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആകാൻ ഈ ഒരു വ്യക്തിയാണ് കാര്യം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ബന്ധം
രണ്ട് ആക്കി നിങ്ങളെ രണ്ടുപേരെയും പിരിച്ചതായിട്ട് കാണുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ പ്രസൻസ് ഇവിടെ കാണുന്നുണ്ട്. അതാണ് വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയുന്നതല്ല, ഒരു വ്യക്തിയുടെ സാന്നിധ്യം ഇവിടെ കാണുന്നുണ്ട്. ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെയാണ് പല പല ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുന്നത്. പല പല കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കുടുംബവുമാവാം, അവർ മനഃപൂർവ്വം നിങ്ങളുടെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ തടസ്സം സൃഷ്ടിച്ചതായിട്ട് കാണുന്നുണ്ട്. ഒരു നെഗറ്റീവ് എനർജി അഥവാ ഒരു കൂടോത്രത്തിൻ്റെയൊക്കെ ഒരു സഹായത്താൽ നിങ്ങളെ രണ്ടുപേരെയും വേർപെടുത്തിയതായിട്ട്. നിങ്ങളിപ്പോഴും ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് മാനസിക വേദനയിലൂടെയാണ് ഈ കാണുന്ന വ്യക്തികൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധമായിരുന്നു നിങ്ങളുടെയും ആ ഒരു വ്യക്തിയുടെയും. നിങ്ങളുടെ ഹസ്ബൻഡാകാം, നിങ്ങളുടെ ലവറാവാം, നിങ്ങളുടെ വൈഫാവാം, നിങ്ങളുടെ പാർട്ട്ണർ ആരുമാവാം. പക്ഷെ നിങ്ങൾക്ക് പോലും അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. പക്ഷെ നിങ്ങൾ തന്നെ നിങ്ങൾ മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളെ തമ്മിൽ അകറ്റിയത്. ഒരു നെഗറ്റീവ് എനർജി യൂസ് ചെയ്തിട്ടാണ് തീർച്ചയായിട്ടും അവർ നിങ്ങളെ തമ്മിൽ അകറ്റിയത്. കടുത്ത മാനസിക സംഘർഷവും വേദനയൊക്കെ ഉണ്ടായി. കാര്യം ഇവിടെ ഒരു കാർഡ് സൂചിപ്പിച്ചാൽ അറിയാൻ പറ്റും, ഈ ഒരു വ്യക്തി, അതായത് നിങ്ങൾ ഇത്രത്തോളം പ്രഷ്യസ് ആയിരുന്നു, ഇത്രത്തോളം പ്രഷ്യസ് ആയ ഒരു വ്യക്തിയാണെന്ന്, നിങ്ങൾ ഇത്രത്തോളം പ്രഷ്യസ് ആയ ഒരു കപ്പ് പോലെ ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും കപ്സ് ഉണ്ട്. ഇത്രയും കപ്സ് ഉണ്ടെങ്കിൽ തന്നെ ഇതിനെയൊന്നും കാണാതെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പ്രഷ്യസ് ആണെന്ന് ആ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ട്. പക്ഷേ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യമില്ല. ആ താല്പര്യമില്ലാത്തത് എന്തുകൊണ്ടാണ്? കാര്യം അവർ ഇൻറ്റൻഷനലി പോയതല്ല, അവരവർക്ക് വേണമെന്ന് വെച്ചിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ല. ഒരു ബാഹ്യശക്തിയുടെ പ്രേരണയാൽ നിങ്ങളിൽ നിന്ന് ഈ ഒരു വ്യക്തി അകന്നു പോയതായിട്ട് കാണുന്നുണ്ട്. കാര്യം നിങ്ങൾ വളരെ അബണ്ടൻ്റ് ആണെന്നും നിങ്ങൾ വളരെ സ്നേഹസമ്പന്നയാണെന്നും നിങ്ങളെല്ലാം കൊണ്ടും നല്ലൊരു വ്യക്തിയാണെന്ന് അവർക്കറിയാം. പക്ഷേ ഇതിനെ നിങ്ങളുടെ ബന്ധത്തിൽ കണ്ണുകടിയും അസൂയുള്ളൊരു വ്യക്തി നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ബ്ലാക്ക് മാജിക് ചെയ്ത് നിങ്ങളെ രണ്ടുപേരെയും പിരിച്ചതായിട്ട് കാണുന്നുണ്ട്. കാര്യം ഇവിടെ ഈ ഒരു വ്യക്തി മനസ്സില്ലാ മനസ്സോടെയോടുകൂടിയാണ് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത്. കാര്യം ഇത്രയും വിലപിടിപ്പുള്ള ഒരു വസ്തുവാണ് നിങ്ങൾ. ആ ഒരു വസ്തുവിനെ വിട്ടുകളഞ്ഞിട്ടാണ് അവർ മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നത്. അപ്പം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു നെഗറ്റീവ് ഫോഴ്സിൻ്റെ ഒരു പ്രയോഗം ഇവിടെ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറയാൻ കാരണം. അതുപോലെ മനഃപൂർവ്വം നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഈ ഒരു വ്യക്തി. ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഭയങ്കര ഒരു കണ്ണിങ് ആയിട്ടുള്ളൊരു തേർഡ് പാർട്ടിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് കുടുംബം ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, പ്രധാനപ്പെട്ട ഒരു സ്ത്രീയുടെ എനർജിയാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവരാണ് നിങ്ങളുടെ ജീവിതം തകർത്തത്. ഒരു വ്യക്തി, ഒരു ലേഡി ക്യാരക്ടർ. അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അമ്മയാകാം, അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ലവറാവാം, ആരുമാവാം. അവരാണ് നിങ്ങളുടെ ജീവിതം തകർത്തായിട്ട് കാണുന്നത്, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി. കാര്യം നല്ല രീതിയിൽ പോയിരുന്ന ഒരു ബന്ധത്തിൽ ഇപ്പം നിശ്ചലമായി, എല്ലാം നിശ്ചലമായി പോയി, പെട്ടെന്ന് അകന്നുപോയി, മാഞ്ഞുപോയി. അതായത് നിങ്ങളുടെ ബന്ധത്തിൽ വളരെ പെട്ടെന്നാണ് ഒരു മാറ്റം വന്നത്. കാര്യം ഈ രണ്ട് കാർഡ് അടുത്ത് വന്നതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഒരു ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും. കാര്യം നിങ്ങളുടെ വ്യക്തിക്ക് വളരെ പെട്ടെന്നാണ് മാറ്റം വന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടൊരു താല്പര്യക്കുറവ്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു സമീപനത്തിൽ വളരെ പെട്ടെന്നാണ് മാറ്റം വന്നത്. അതവർ മനഃപൂർവ്വം ഇവിടെ സണ്ണിനെ നോക്കുക, ഇവിടെ സൺ ചിരിച്ചിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ. തീർച്ചയായിട്ടും സണ്ണിൻ്റെ ഒരു വിഷമമല്ല സണ്ണിന്. കാര്യം ഇവിടെ സിറ്റുവേഷൻ എപ്പോഴും അനുകൂലമാണ്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് വളരെ ദേഷ്യമൊന്നുമില്ല. അപ്പം നിങ്ങൾ തന്നെ വിചാരിക്കുക അവർക്ക് എന്തോ ദേഷ്യം. ഇപ്പം നിങ്ങളെ കൊല്ലാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവുക ഈ ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടാവുക. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? തീർച്ചയായിട്ടും ഒരു ബ്ലാക്ക് മാജിക് ചെയ്താണ്. കാര്യം നിങ്ങളുടെ വ്യക്തിയെ മറ്റൊരാളാക്കിയിരിക്കുകയാണ്. ഒരു ഡെത്താണ്. നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ ക്യാരക്ടർ ഇല്ലാതാക്കി അവരെ ഒരു പരകായ പ്രവേശം, അതായത് അവരിലൊരു ബ്ലാക്ക് മാജിക് കടത്തിവിട്ട് നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു വ്യക്തി. ഇതൊരു ലേഡി ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം അവർക്ക് നിങ്ങളോട് ഭയങ്കര അസൂയാണ്, നിങ്ങളുടെ ബന്ധത്തോട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നുപോയത്. നിങ്ങളുടെ ജീവിതത്തിൽ മനഃപൂർവ്വം തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും നിങ്ങളെ എന്നും കണ്ണീരിലാഴ്ത്തുകയും ചെയ്യുന്ന രീതി. ഇവരെ നിങ്ങളെ ദേഹോപദ്രവമൊക്കെ ഏൽപ്പിക്കുന്നുണ്ടാവാം ഈ ഒരു വ്യക്തി മുൻകാലങ്ങളിൽ നിങ്ങളുമായിട്ട്, നിങ്ങളുടെ വ്യക്തി. അതൊക്കെ എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രയോഗം കൊണ്ട് തന്നെയാണ്. സഡനായ ഒരു തീരുമാനം, പെട്ടെന്നൊരു വഴക്കുണ്ടായി ഇറങ്ങിപ്പോകുന്നൊരു സിറ്റുവേഷൻ. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയതിന്.
പക്ഷേ അതിന് കാരണം എന്താണ്? ഒരു ബ്ലാക്ക് മാജിക്, ഒരു തേർഡ് പാർട്ടിയുടെ പ്രസൻസ്, അസൂയയും കുശുമ്പും കുന്നായ്മയും മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു തേർഡ് പാർട്ടി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതായിട്ട് കാണുന്നുണ്ട്. കണ്ട് ഇവിടെ 3 നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. 3 നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 പ്രാവശ്യം 3 വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. മനഃപൂർവ്വം വരെ നിങ്ങളുടെ ബന്ധത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചായിട്ട് കാണുന്നുണ്ട്. ഇനി എന്തിനായിരുന്നു അവരിങ്ങനെ ചെയ്തത്? എന്തായിരുന്നു അവരുടെ യഥാർത്ഥ ഉദ്ദേശം നമുക്ക് നോക്കാം. അത് നമുക്ക് അടുത്ത സെറ്റ് ഒരു കാർഡും കൂടെ എടുത്ത് നോക്കാം. അത് ഞാൻ ഷഫിൾ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ കാർഡ് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പരിപാടിയില്ല. പലരും വന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരിത്. അങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ എടുത്ത് ചെയ്ത് വെച്ച് നല്ല വ്യൂസ് കൂട്ടാം. പക്ഷെ അങ്ങനെ ചെയ്യാറില്ല. ഇത് കുറച്ച് പേര് എൻ്റെ റീഡിങ് കാണുന്നവരാണ്. പേഴ്സണൽ റീഡിംഗ് ഒന്നും എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും കൂടെ വേണ്ടിയാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ചെയ്ത് എനിക്ക് പൈസ ഉണ്ടാക്കാം, കൂടുതൽ റീച്ച് കിട്ടും, അതുപോലെ തന്നെ കൂടുതൽ വ്യൂസ് കിട്ടും. നേരത്തെ എടുത്ത് കാർഡ് എടുത്ത് നിരത്തി വെച്ച് പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്ക് കുറച്ച് ജെന്യൂനായിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ആരെയും നെഗറ്റീവ് പറഞ്ഞതല്ല. എനിക്ക് ജെന്യൂനായിട്ട് റീഡിങ് അപ്പോഴേ തന്നെ കാർഡ് എടുത്ത് കാണിക്കണം. അത് തന്നെയാണ് എനിക്ക്. അങ്ങനെയാണ് നിങ്ങൾക്ക് കൂടുതൽ റെസനേറ്റ് ആവുന്നത്. അത് തന്നെയാണ്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. നേരത്തെ കാർഡ് എടുത്ത് നിരത്തി വെക്കാത്ത ഒരു പരിപാടി ഞാൻ കാണിക്കാത്തത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തിനാണ് ആ ഒരു തേർഡ് പാർട്ടി, ശക്തിയായ ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞു, എന്തിനാണ് അവരിങ്ങനെ നിങ്ങളോട് ചെയ്തതെന്ന് നോക്കാം. എന്തിനാണ് നിങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ന് നോക്കാം. പ്രധാനപ്പെട്ട ഒരു കാര്യം അവരെന്തിനാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പത്തിന്, പൈസയ്ക്ക് വേണ്ടിയാണ് അവർ ചെയ്തത്. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്ന് അവരിലേക്ക് വരണം. അവർക്ക് പ്രധാനമായിട്ടും വേണ്ടിയിരുന്ന അവരുടെ ധനമായിരുന്നു. കാര്യം നിങ്ങളുടെ വ്യക്തി വളരെ, ധനം മാത്രമല്ല അവർക്കൊരു സുരക്ഷിതത്വം, ഈ ഒരു ബന്ധത്തിനൊരു സുരക്ഷിതത്വം. ഇപ്പോൾ ഇപ്പോൾ കുടുംബം അല്ലാതെ ഒരു വ്യക്തിയാണ് എങ്കിൽ, ഒരു സ്ത്രീ ഒരു വ്യക്തിയായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞൊരു ഒരു ലവർ, ഇപ്പം പ്രണയിച്ചിരുന്ന ഒരു വ്യക്തി ആവാനുള്ളൊരു സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു വ്യക്തി അവരറിയാതെ തന്നെ പ്രണയിച്ചു, അവർക്കൊരു സ്വാർത്ഥ താല്പര്യം ഉണ്ടായിരുന്നു നിങ്ങളുടെ വ്യക്തിയിന്മേൽ. അങ്ങനെ നിങ്ങളുടെ വ്യക്തിയെ തട്ടിയെടുത്തായിട്ട് കാണുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഒരു ബ്ലാക്ക് മാജിക് ചെയ്തത്. പിന്നെ അവരുടെ ധനത്തിന് വേണ്ടിയും ചെയ്തതായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും. കാര്യം നിങ്ങളുടെ വ്യക്തി വളരെ അബണ്ടൻ്റ് ആണ്. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു മനസ്സമാധാനം ഇല്ലാത്തൊരവസ്ഥയാണ്. അവരുടെ ഫാമിലി ലൈഫ് ഒരു പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ലഭിക്കാത്തൊന്നും നിങ്ങൾക്ക് ലഭിക്കേണ്ട എന്ന് കരുതിയാണ് അവർ ചെയ്തത്. അവർക്ക് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. കാര്യം നിങ്ങളും അവരും കൂടെ ജീവിച്ചു പോകുന്നതേ അവർക്ക് കണ്ണുകടിയാണ്. ഇത് നിങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ തേർഡ് പാർട്ടി. ഇത് കുടുംബമാവാം, അല്ലെങ്കിൽ ഇതൊരു മറ്റൊരു വ്യക്തിയാവാം തേർഡ് പാർട്ടി. ഇപ്പം ലേഡീസ് എന്ന് പറഞ്ഞാലും പൊതുവെ ജെൻസും ഇതിൽ വരും, പുരുഷന്മാരും തേർഡ് പാർട്ടിയായിട്ട് തന്നെ വരുന്നുണ്ട് കുറേ പേരുടെ എനർജിയിൽ. ഞാനങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കൂടുതലും സ്ത്രീകളാണ് തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയായിട്ട് വരുന്നത്. ഈ ഒരു റീഡിങ്ങിൽ അങ്ങനെയാണ് കാണാൻ സാധിച്ചത്. അതുപോലെ അവരുടെ സ്വാർത്ഥ താല്പര്യം. ഇവിടെ എല്ലാം പെൻഡക്കിളാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് നല്ല ജോലിയുണ്ട്, നിങ്ങളുടെ വ്യക്തിയെ കാണാനും കൊള്ളാം, അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് നല്ല സമ്പത്തുണ്ട്. ഇതൊക്കെയാണ് അവർ മോഹിച്ചത്. പിന്നെ അവർ ലുക്ക് ഉണ്ട്, അവർക്ക് നല്ല സുന്ദരനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ്, അതിൽ അവർ ഭ്രമിച്ചു പോയി. തീർച്ചയായിട്ടും പൈസയ്ക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടിയാണ് അവരിങ്ങനെ ചെയ്തതെന്ന് കാർഡിലൂടെ വ്യക്തമാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ വ്യക്തി ഭയങ്കര നിങ്ങളുമായിട്ട് നല്ല ഉത്തരവാദിത്തമുള്ളൊരു വ്യക്തിയാണ്. അതൊക്കെ അവർക്ക് കണ്ടുകടി. കാര്യം അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉത്തരവാദിത്തമില്ലാത്തൊരു ഭർത്താവിനെ, അല്ലെങ്കിൽ അവർക്ക് മനസമാധാനം കൊടുക്കാത്തൊരു ഭാര്യയാണ് അവർക്ക് കിട്ടിയത്. പക്ഷെ നിങ്ങൾ വീട്ടുകാരെയെല്ലാം നോക്കുന്നുണ്ട്, നിങ്ങൾ ഫാമിലി അവരെ നോക്കുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുട്ടികളെ നോക്കുന്നുണ്ട്. എല്ലാ രീതിയിലും നിങ്ങളെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഹസ്ബൻഡായിരുന്നു അല്ലെങ്കിൽ വൈഫായിരുന്നു നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഈ ഒരു വ്യക്തിക്ക് അസൂയാണ്. കാര്യം ഇവർക്കുണ്ടായിരുന്നത് ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞ ഒരു പരാജയമായിരുന്നു. ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് ഒരു മനസമാധാനമൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ ഇത് നിങ്ങളുടെ വ്യക്തിയെ പ്രണയിച്ചിരുന്നൊരു വ്യക്തിയാണ്. ഫാമിലി ആണെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു ബന്ധത്തിനായിരുന്നു അവർക്ക് താല്പര്യം, നിങ്ങളെ അല്ലായിരുന്നു. നിങ്ങൾ സാമ്പത്തികപരമായിട്ട് ഒരു അധികം സ്വത്തുക്കളൊന്നും ഇല്ലാത്ത വീട്ടിലെ ഒരു വ്യക്തിയാവാം. ഇതൊക്കെ ഫാമിലിക്ക് നിങ്ങളോടൊരു എതിർപ്പ് തോന്നാൻ ഒരു കാരണമുണ്ട്. നിങ്ങളും ഇവരും തമ്മിൽ സ്നേഹിച്ച് വിവാഹം കഴിച്ചതായിരിക്കാം.
അതൊക്കെ ഇവരെ എതിർക്കുന്നുണ്ട്, ഈ ഒരു ഫാമിലി എതിർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനു വേണ്ടിയും കൂടിയാണ് നിങ്ങൾ രണ്ടുപേരെയും അവർ വേർപെടുത്തിയത്. ഇപ്പോൾ ലവേഴ്സ് ആണെങ്കിൽ നിങ്ങളെ പ്രണയിച്ചിരുന്ന ഒരു വ്യക്തിയാണിത്. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. കാര്യം നിങ്ങൾ വളരെ വീട്ടുകാരുമായിട്ട് വളരെ നിങ്ങളെല്ലാ കാര്യത്തിലും, അതായത് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് വളരെ ഭയങ്കര ആത്മാർത്ഥത പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു മുൻപൊക്കെ. അതിലൊക്കെ ഇവർക്കൊരു അസൂയുണ്ട്. അതിനു വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തത്. കാര്യം അവർക്ക് കിട്ടാത്ത ജീവിതം നിങ്ങൾക്ക് കിട്ടിയപ്പോൾ അവർക്ക് അസൂയാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയാണ്. അതിനുവേണ്ടിയാണ് അവരിങ്ങനെ നിങ്ങളോട് ചെയ്തത്. അവർക്ക് കടുത്തൊരു മാനസിക സംഘർഷമാണ് ആ ഒരു കാര്യത്തിലൊക്കെ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ഭയങ്കര ജലസാണ് അവർ. പിന്നെ നിങ്ങളുടെ വ്യക്തിയുടെ അധിക സമ്പത്തും, നിങ്ങളുടെ വ്യക്തി വളരെ സമ്പന്നനാണ്, ഈ ഒരു സമ്പത്ത് കണ്ടിട്ടും കൂടിയാണ് അവർ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് കൂടിയത്. അങ്ങനെയാണ് ഇവിടെ എനിക്ക് മനസ്സിലായി. പ്രധാനമായിട്ട് പണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത്. പണത്തിന് വേണ്ടിയാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ വ്യക്തിയെ ചാക്കിട്ടെടുത്തത്. അപ്പം നിങ്ങൾ തമ്മിൽ അകൽച്ച വരാനായിട്ടുള്ള കാരണം ഇവരുടെ വ്യക്തിപരമായ ഒരു താല്പര്യമായിരുന്നു ഈ ഒരു വ്യക്തിയുടെ. കാര്യം നിങ്ങൾ ഒരിക്കലും ജീവിക്കരുത് ഒരുമിച്ചെന്ന് ഇവർ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു. അതുപോലെ അവർ നടത്തിയെടുത്തു. ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്തും പല രീതിയിലുള്ള നെഗറ്റീവ് എനർജിയൊക്കെ ഉപയോഗിച്ചും ഒരു മാനിപ്പുലേഷൻ എനർജിയാണ് തീർച്ചയായിട്ടും. നിങ്ങളെക്കുറിച്ച് അതും ഇതും ഇല്ലാത്തൊക്കെ പറഞ്ഞു കൊടുത്ത് നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളോടുള്ള സ്നേഹത്തിൽ ഇവർക്ക് കടുത്ത അസൂയുണ്ടായി. നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ഭയങ്കര ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയായിരുന്നു. വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി വളരെ മക്കളുടെ കാര്യവും, ഞാൻ വീണ്ടും അത് എടുത്തു പറയുകയാണ്, മക്കളുടെ കാര്യവും അതുപോലെ തന്നെ ഫാമിലിയുടെ കാര്യവും നിങ്ങളുടെ കാര്യവും എല്ലാം നല്ല കൃത്യമായിട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തി. ഇതിൽ അസൂയ പൂണ്ടിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു ലേഡി ക്യാരക്ടർ നിങ്ങൾക്കെതിരായിട്ട് ബ്ലാക്ക് മാജിക് ചെയ്തതായിട്ട് കാണുന്നത്. അവരുടെ സമ്പത്ത്, അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ സമ്പത്ത് നേടിയെടുക്കാൻ, തട്ടിയെടുക്കാൻ, അതുപോലെ തന്നെ ഇവരുടെ സ്വാർത്ഥ താല്പര്യം, നിങ്ങളുടെ വ്യക്തിയെ തട്ടിയെടുത്തൊരു ജീവിതത്തിലേക്ക്, അതായത് അവർക്ക് ജീവിതം ഉണ്ടാക്കാൻ നിങ്ങളുടെ വ്യക്തിയെ തട്ടിയെടുത്തുകൊണ്ട് അവർ ഈ ഒരു നിങ്ങളുടെ പേഴ്സണുമായിട്ട് അവർക്കൊരു ജീവിതം ഉണ്ടാക്കാൻ നിങ്ങൾ ഒഴിഞ്ഞു പോയേ പറ്റൂ. അതിനു വേണ്ടിയാണ് ചെയ്തത്. കടുത്ത നിരാശ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി നിങ്ങളെ അതിൽ നിന്ന് നിങ്ങളെ അവരെയും വേർപെടുത്തി അവർക്ക് സുഖമായിട്ട് ജീവിക്കാം. അതിനുവേണ്ടി അവർ ചെയ്യുന്നതാണ്. പിന്നെ പണത്തിനും അതുപോലെ തന്നെ ഒരുപാട് ആർത്തിയുള്ളൊരു തേർഡ് പാർട്ടിയെ കാണുന്നുണ്ട് ഇവിടെ. അവരാഗ്രഹിച്ച പോലെ ഒരു ജീവിതം അവർക്ക് കിട്ടിയില്ല തേർഡ് പാർട്ടിക്ക്. അത് നിങ്ങളുടെ വ്യക്തിയിലൂടെ നേടിയെടുക്കാൻ വേണ്ടിയാണ് അവർ ഈ പണിയൊക്കെ ചെയ്തത്. ലവേഴ്സിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കണ്ണിങ് ആണ്. ഇപ്പോൾ ഫാമിലി ആണെങ്കിൽ പ്രധാനമായിട്ടും പറയേണ്ടിയിരിക്കുന്നത്, ഫാമിലി വേറൊരു ബന്ധം